നമുക്ക് ജന്മന ഇല്ലാത്ത നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ശീലമുണ്ട്. അത് താരതമ്യം ചെയ്യുക എന്നതാണ്. കമ്പയർ ചെയ്യുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പഠിച്ചെടുത്തൊരു കാര്യമാണത്. പക്ഷെ കുഴപ്പമെന്തെന്നാൽ ഇത് വളരെ വലിയൊരു ശീലമായി മാറുന്നുവെന്നാണ്. നമ്മൾ പിന്നീട് എപ്പോഴും എല്ലാവരുമായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഓർക്കുക, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവുമില്ല. എന്ന് മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ആരെങ്കിലുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അയാളോട് അസൂയ തോന്നും. അല്ലെങ്കിൽ ആരെങ്കിലുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വയം നമ്മൾ മോശമാണെന്നൊരു തോന്നലുണ്ടാവുന്നു. ഇൻഫീരിയോറിറ്റി ഉണ്ടാവുന്നു. അവകർഷതാ ബോധമുണ്ടാവുന്നു. ഇതല്ലാതെ താരതമ്യം ചെയ്യുക എന്നതിലൂടെ എന്ത് പ്രയോജനമാണുള്ളത്? നമ്മൾ പറയാറില്ലേ, ഒരു ശീലം നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് സിഗരറ്റ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിഷമമുള്ളപ്പോഴും എപ്പോഴായിരുന്നാലും അവർക്കൊരു സിഗരറ്റ് വേണം. എന്നാൽ സിഗരറ്റ് വലിക്കാത്ത ഒരാൾക്ക് അതിൻ്റെ ആവശ്യം തോന്നുന്നതേയില്ല. ഇതാണ് ശീലത്തിൻ്റെ ശക്തി. അത് നമ്മളെ ഒരടിമയാക്കി മാറ്റുന്നു. സിഗരറ്റ് വലിക്കുക എന്ന ശീലം നിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് താരതമ്യം ചെയ്യുക എന്ന ശീലം നിർത്താൻ. അതൊരിക്കൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കും. അത് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓർക്കേണ്ടത്, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് അവസാനമില്ല എന്നാണ്. ഇത് പറയുമ്പോൾ ഒരിക്കൽ കേട്ടൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. റോഡിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു. അയാളുടെ മുന്നിൽ കൂടെ ഒരാൾ സൈക്കിൾ ചവിട്ടി പോകുന്നു. അയാളെ കാണുമ്പോൾ ഭിക്ഷക്കാരന് മനസ്സിനുള്ളിൽ തോന്നുന്നു, എനിക്കതുപോലെ സൈക്കിൾ ചവിട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പുറത്തൊരാൾ ബൈക്കിൽ പോകുന്നത് കാണുന്നു. അയാൾക്ക് തോന്നുന്നു, എനിക്കൊരു ബൈക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. ബൈക്കിൽ പോകുന്ന ഒരാൾ ഒരു കാറ് പോകുന്നത് കാണുമ്പോൾ എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. മോശമായിരുന്നാലും വേണ്ടില്ല, സ്വന്തമായൊരു കാറുണ്ടായിരുന്നെങ്കിൽ. കാറിലിരിക്കുന്ന വ്യക്തി ആലോചിക്കുന്നത്, ഈ മോശം കാറ് മാറ്റി തനിക്ക് നല്ലൊരു കാറ് വാങ്ങിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു ആഡംബര കാറ് വാങ്ങി അതിൽ സുഖമായി യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. ആഡംബര കാറുള്ള വ്യക്തി ആലോചിക്കുന്നത്, ഈ ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടാതെ പറന്നു പോകാൻ തനിക്ക് സ്വന്തമായൊരു പ്ലെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഇഷ്ടംപോലെ കാശുള്ള സ്വന്തമായി പ്ലെയിനുള്ള ഒരു വ്യക്തി പ്ലെയിനിലിരുന്ന് ആലോചിക്കുന്നത്, പൈസയൊന്നുമില്ലായിരുന്നെങ്കിലും സാരമില്ല, ഒരല്പം സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. താരതമ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അവസാനമില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും തൃപ്തി എന്നൊന്ന് അനുഭവിക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ.